Hi, good morning. Welcome to Eduvis Academy. Eduvis Academy എംപ്ലോയ്ഡ് പോയി റേഡിയോതെറാപ്പി ടെക്നോളജിസ്റ്റ്, അതർ ഫീൽഡിലുള്ള ടെക്നീഷ്യൻസ് ഇതിലൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ, കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നവർ, ഇവർക്കെല്ലാം വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് എഡുവിസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എല്ലാ ടോപ്പിക്കിനെ കുറിച്ചുള്ള എല്ലാ ക്ലാസ്സസും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലൂടെ ഗോ ത്രൂ ചെയ്യാവുന്നതാണ്. ഇന്ന് അതിനുവേണ്ടി ഞാൻ എടുക്കുന്നത് ജസ്റ്റ് ഒരു ടോപ്പിക്കാണ്, അതായത് റേഡിയേഷൻ യൂണിറ്റ്സ്. നമുക്കറിയാം റേഡിയേഷൻ എന്ന് പറയുന്നതും എല്ലാത്തിനെയും ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ക്വാണ്ടിഫൈ ചെയ്യാൻ ഉള്ളതാണ് യൂണിറ്റ്സ്. അതായത് ക്വാണ്ടിഫൈ ചെയ്യുന്നതിന് ഡിനോട്ട് ചെയ്യുന്നതാണ് നമ്മുടെ യൂണിറ്റ്സ്. അപ്പം റേഡിയേഷൻ എത്ര കിട്ടുന്നുണ്ട് ഒരു ഒക്യുപ്പേഷണൽ വർക്കർക്ക്, അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിന് എത്രമാത്രം റേഡിയേഷൻ കിട്ടുന്നുണ്ട് എന്നതിനെയൊക്കെ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി ഈതർ ഒരു പ്രൊട്ടക്ഷൻ ബേസിസിലും, അതുപോലെ തന്നെ നമ്മൾ ഒരു പേഷ്യൻറ്റിന് കിട്ടുന്ന ഒരു ഡോസ് അല്ലെങ്കിൽ ഒരു ഡോസേജ് ബേസിൽ നമുക്ക് ഈ റേഡിയേഷൻ യൂണിറ്റ്സ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ബേസിക്കായിട്ട് മെഷർമെൻറ്റ്സിന് ഉപയോഗിക്കുന്ന യൂണിറ്റ്സ്, അതിൻ്റെ എങ്ങനെയാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. ജസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻസിൽ കൂടെ നമുക്ക് പോകാം. അപ്പം റേഡിയേഷൻ യൂണിറ്റ്സിൽ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ദ യൂണിറ്റ്സ് ഓഫ് റേഡിയോ ആക്ടിവിറ്റിയും അതേപോലെ തന്നെ ദ യൂണിറ്റ് ഓഫ് റേഡിയേഷൻ ഡോസസും. എന്താ റേഡിയോ ആക്ടിവിറ്റി നമുക്കറിയാം. അതായത് റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് ഉണ്ടെന്ന് വരികിൽ ആ എലമെൻറ്റിൽ നിന്ന് ഡിസൻറ്റഗ്രേഷൻസ് നടന്ന് റേഡിയേഷൻ പാർട്ടിക്കിൾസ് പുറത്തേക്ക് വരും. അങ്ങനെ ഡിസൻറ്റഗ്രേഷൻ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ നടക്കുന്ന ഡിസൻറ്റഗ്രേഷനെയാണ് നമ്മൾ റേഡിയോ ആക്ടിവിറ്റി എന്ന ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. റേഡിയോ ആക്ടിവിറ്റി ഡിനോട്ട് ചെയ്യുന്നത് എ എന്ന് പറയുന്ന ലെറ്റർ ആണ്. എ ഈസ് ഈക്വൽ ടു dN/dt, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഡിസൻറ്റഗ്രേഷൻസ് പെർ യൂണിറ്റ് ടൈം. അതിന് നമ്മൾ യൂഷ്വലി സെക്കൻഡ്സിലാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എഴുതുവാണെങ്കിൽ ആക്ടിവിറ്റി എ ഈസ് ഈക്വൽ ടു dN/dt എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഈ ആക്ടിവിറ്റിയെ തന്നെ കാണിക്കുന്ന രണ്ട് യൂണിറ്റുകളാണുള്ളത്, ഒന്ന് ക്യൂറി, ഒന്ന് ബെക്കറിൽ. അതായത് ഞാൻ പറഞ്ഞു, അതായത് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് ഡിസൻറ്റഗ്രേഷൻസ് പെർ യൂണിറ്റ് ടൈം, അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ എത്രമാത്രം ഡിസൻറ്റഗ്രേഷൻസ് നടക്കുന്നുണ്ട് എന്നതിനെയാണ് കാണിക്കുന്നത്. ഇനി അതിൻ്റെ യൂണിറ്റ് നമ്മൾ എടുത്തു ബെക്കറിൽ നമ്മൾ എടുക്കുകയാണെന്ന് വരികിൽ ബെക്കറിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? 1 ഡിസൻറ്റഗ്രേഷൻ പെർ സെക്കൻഡ്. ഒരു ഡിസൻറ്റഗ്രേഷൻ ഒരു സെക്കൻഡിൽ നടക്കുന്നതിനെയാണ് നമ്മൾ ബെക്കറിൽ എന്ന യൂണിറ്റ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതിന് നമ്മൾ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സിമ്പിൾ BQ എന്നുള്ളതാണ്, ബെക്കറിൽ. ഇനി അടുത്തത് അതിൻ്റെ ഒരു സ്പെഷ്യൽ യൂണിറ്റ് ആണ് ക്യൂറി എന്ന് പറയുന്നത്. ക്യൂറി എന്നതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് CI എന്ന സിമ്പിൾ കൊണ്ടാണ്. അതുപോലെ തന്നെ ക്യൂറിയെ നമ്മൾ കാണിക്കുന്നത് CI ഇസ് ഈക്വൽ ടു എത്ര ബെക്കറിലേക്കുള്ള കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു ക്യൂറിയും ഒരു ബെക്കറിലും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 ക്യൂറി ഇസ് ഈക്വൽ ടു 3.7 × 10⁻10 ബെക്കർ, അല്ലെങ്കിൽ ഡിസൻറ്റഗ്രേഷൻ പെർ സെക്കൻഡ്സ് ആയിരിക്കും. അപ്പോൾ 1 ക്യൂറി ഇസ് ഈക്വൽ ടു 3.7 × 10⁻10 ബെക്കറിലാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ രണ്ടാമത്തെ സെറ്റ് ഓഫ് യൂണിറ്റ്സ് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ യൂണിറ്റ്സ് ഓഫ് റേഡിയേഷൻ ഡോസസ്. റേഡിയേഷൻ ഡോസ് എന്ന് പറയുന്നത് നമുക്കറിയാം റേഡിയേഷൻ എന്ന് പറയുന്നത് ഇസ് എ ട്രാൻസ്ഫർ ഓഫ് എനർജി. അങ്ങനെ നമ്മുടെ റേഡിയേഷൻ ഒരു മാറ്ററിൽ കൂടി, അല്ലെങ്കിൽ എയറിൽ കൂടി, അല്ലെങ്കിൽ ഒരു മീഡിയത്തിൽ കൂടി പാസ് ചെയ്യുമ്പോൾ അത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് പോകുന്ന എനർജിയെ ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് യൂണിറ്റ്സ് ഓഫ് ഡോസ്, അല്ലെങ്കിൽ യൂണിറ്റ്സ് ഓഫ് റേഡിയേഷൻ ഡോസസ്. അത് രണ്ട് വിധത്തിലാണുള്ളത്. അതിന് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, യൂണിറ്റ്സ് ഓഫ് എക്സ്പോഷർ എന്നും യൂണിറ്റ് ഓഫ് അബ്സോർപ്ഷൻ എന്നും. എക്സ്പോഷർ നമ്മൾ യൂഷ്വലി ഡിഫൈൻ ചെയ്യുന്നത് ഇൻ എയറിലാണ്. അതേസമയം അബ്സോർപ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് യൂഷ്വലി ഇൻ എ മീഡിയം ഓർ ഇൻ പേഷ്യൻറ്റ്, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ, ഒരു പേഷ്യൻ്റ് ബോഡി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബോഡി ആയിരിക്കും. എന്തിലെങ്കിലും നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന, അല്ലെങ്കിൽ വാട്ടർ മീഡിയം, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മീഡിയത്തിൽ ഡിഫൈൻ ചെയ്യുന്നതിന് നമ്മൾ അബ്സോർപ്ഷൻ എന്നും, അതേസമയം എക്സ്പോഷർ നമ്മൾ എയർ മീഡിയത്തിലുമായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താണ് എക്സ്പോഷറിൻ്റെ ഡെഫിനിഷൻ, എന്താണ് അതിൻ്റെ യൂണിറ്റ്സ് എന്നൊക്കെ നമുക്ക് നോക്കാം. Exposure is the absolute value of the total charge of ions of one sign which is produced in air when all the electrons liberated by the photons per unit mass of air are completely stopped in air. അതായത് എക്സ്പോഷർ എന്ന് പറയുന്ന ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്
ഒരു ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എയറിൽ ഉണ്ടാകുന്ന റേഡിയേഷൻ വന്ന് വീണ് കഴിയുമ്പോൾ എയറിൽ അയണൈസേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന അയണൈസേഷൻസിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എക്സ്പോഷർ എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുന്നത്. അതിൻ്റെ യൂണിറ്റ്സ് ആണ് കൂളം പെർ കിലോഗ്രാം അല്ലെങ്കിൽ റോൺചൺ എന്ന് പറയുന്നത്. ഈ ഇക്വേഷനിലേക്ക് വരുന്നത് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഒന്ന് നോക്കാം. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമ്മൾ എക്സ്പോഷറിന് എഴുതുകയാണെന്ന് ഒരിക്കൽ എക്സ് ഇസ് ഈക്വൽ ടു ഡി ക്യു ബൈ ഡി എം ആണ്. നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പോഷർ ആണ്. ഡി ക്യു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ചാർജ് പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് ക്വാണ്ടിറ്റി ഓഫ് എയർ. നമ്മൾ ആ ക്വാണ്ടിറ്റീനെ ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് ഡി എം ആണ്, അതായത് മാസിൻ്റെ ടേംസിലാണ്. നമ്മൾ ചാർജിനെ ഡിനോട്ട് ചെയ്യുന്നത് കൂളംബായിട്ടും അതേസമയം മാസിനെ ഡിനോട്ട് ചെയ്യുന്ന കിലോഗ്രാം ആയിട്ടാണെങ്കിൽ നമുക്ക് കിട്ടുന്ന യൂണിറ്റ് എക്സ്പോഷറിൻ്റെ കൂളം പെർ കിലോഗ്രാം ആയിരിക്കും. ഈ കൂളം പെർ കിലോഗ്രാം ആണ് നമ്മുടെ SI യൂണിറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അതേസമയം നമ്മൾ എക്സ്പോഷറിന് വേണ്ടി ഒരു സ്പെഷ്യൽ യൂണിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പേരാണ് റോൺചൺ. ഇനി നമുക്ക് നോക്കാം എന്താണ് എക്സ്പോഷറിന്റെ ഡെഫിനിഷൻ, എന്താണ് റോൺചന്റെ ഡെഫിനിഷൻ. Roentgen is defined as the quantity of the radiation which liberated by the ionization 1 ESC of electricity per centimeter cube, 1 centimeter cubic centimeter of air under STP conditions അല്ലെങ്കിൽ under standard temperature pressure conditions. നമ്മൾ ഈ എക്സ്പോഷറിന്റെ യൂണിറ്റായ സ്പെഷ്യൽ യൂണിറ്റായ റോൺചനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 1 STP അല്ലെങ്കിൽ STP കണ്ടീഷൻസിലാണ്. STP കണ്ടീഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷൻ. ആ കണ്ടീഷൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അറ്റ് ടെമ്പറേച്ചർ ഓഫ് 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ദ പ്രഷർ ഓഫ് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഈ രണ്ട് കണ്ടീഷനാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കണ്ടീഷൻ, നമുക്ക് STP കണ്ടീഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഇങ്ങനെ ഒരു STP കണ്ടീഷൻസിലാണ് നമ്മുടെ റോൺചൻ നമ്മൾ ഡെഫിനിഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഡിഫൈൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോൺചൻ നമ്മൾ യൂണിറ്റ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ 1 STP അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് STP കണ്ടീഷനിലാണ് അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് മെൻഷൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഒരു റോൺചനും ഒരു SI യൂണിറ്റായ കൂളം പെർ കിലോഗ്രാം തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. നമുക്ക് നോക്കുവാണെങ്കിൽ 1 റോൺചൻ ഇസ് ഈക്വൽ ടു, റോൺചൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ R യൂസ് ചെയ്താണ്. അതേസമയം നമ്മൾ റോൺചൻ എന്ന് എഴുതുമ്പോൾ എപ്പോഴും സ്മോൾ ലെറ്റേഴ്സ് മാത്രമേ ഉപയോഗിക്കാമുള്ളൂ. 1 റോൺചൻ ഇസ് ഈക്വൽ ടു നമുക്കിവിടെ നമുക്ക് കണ്ടു 2.58 ഇൻറ്റു 10⁻⁴ കൂളം പെർ കിലോഗ്രാം. ഓക്കെ, യൂണിറ്റ് ഓഫ് അബ്സോർപ്ഷൻ ആണ് നമ്മുടെ രണ്ടാമത് വരുന്ന ക്ലാസിഫിക്കേഷൻ. അതിനകത്ത് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. യൂണിറ്റ്സ് ഓഫ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ഡോസിന്റെ ടേംസിലും ബയോളജിക്കൽ ഡോസിന്റെ ടേംസിലും. നമുക്ക് നോക്കാം എന്താണ് ഫിസിക്കൽ ഡോസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി വിച്ച് ഇസ് ഡിപ്പോസിറ്റഡ് ഇൻ ദ യൂണിറ്റ് മാസ് ഓഫ് ദ ഹ്യൂമൻ ടിഷ്യൂ ഓർ മീഡിയം. നമ്മൾ അബ്സോർഡോസ് എന്ന് പറയുമ്പം നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത് എത്രമാത്രം എനർജി ആ മീഡിയത്തിൽ ട്രാൻസ്ഫർ ആയിട്ടുണ്ട്, അത്രയും കാര്യം മാത്രമേ നമ്മൾ അവിടെ നോക്കത്തുള്ളൂ. അതിന് എത്രമാത്രം എഫക്റ്റ് ആ മീഡിയത്തിൽ ഉണ്ടാക്കാൻ പറ്റി, അല്ലെങ്കിൽ എങ്ങനെ ഒരു ബയോളജിക്കലി അത് അഫക്റ്റ് ചെയ്യും ഒരു ഹ്യൂമൻ ബോഡിയിലാണെങ്കിൽ, ഇതൊന്നും നമ്മൾ ബോധർ ചെയ്യുന്നില്ല. അവിടെ നമ്മൾ ജസ്റ്റ് നോക്കുന്നത് എത്രമാത്രം എനർജി അവിടെ റിലീസ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ എത്രമാത്രം എനർജി മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ആയി. അതിനാണ് നമ്മൾ അബ്സോർഡോസ്, അതായത് ഫിസിക്കൽ ഡോസ് എന്ന ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൻ്റെ യൂണിറ്റ്സിലേക്ക് വരുന്നേക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നോക്കാം. The absorbed dose capital D is equal to dE by dm, that is the energy absorbed per unit mass, അല്ലെങ്കിൽ a quantity of massൽ അല്ലെങ്കിൽ quantity of that mediumത്തിൽ എത്രമാത്രം എനർജി അബ്സോർബ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യല അബ്സോർബ് ചെയ്യപ്പെട്ടു. അതാണ് നമ്മൾ അബ്സോർബ് ഡോസ് കൊണ്ട് നോക്കുന്നത്. അപ്പോൾ എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ജൂൾ അല്ലെങ്കിൽ എർഗ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മാസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ഓർ ഗ്രാം നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ നമുക്ക് SI യൂണിറ്റ് നോക്കാം. SI യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രേ ആണ്. 1 ഗ്രേ എന്നുകൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ദ എനർജി അബ്സോർബ്ഡ് പെർ യൂണിറ്റ് മാസ് വിച്ച് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ജൂൾ പെർ കിലോഗ്രാം. അതായത് 1 ജൂൾ എനർജി 1 കിലോഗ്രാം മാസിൽ അബ്സോർബ് ചെയ്യപ്പെടേണ്ട റേഡിയേഷൻ എത്രമാത്രമാണ് വീണു, അതിനാണ് നമ്മൾ അബ്സോർഡോസ് കൊണ്ട് അല്ലെങ്കിൽ ഗ്രേ എന്ന് പറയുന്ന യൂണിറ്റ് കൊണ്ട് മനസ്സിലാക്കുന്നത്. SI യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രേ ആണ്. 1 ഗ്രേ എന്ന് പറയുന്നത് 1 ജൂളം പെർ കിലോഗ്രാം ആണ്.
ഇനി നമുക്ക് നോക്കാം. നമുക്കൊരു പഴയ യൂണിറ്റ് ഉണ്ട് ഈ അബ്സോർഡോസിന്. ഇപ്പം നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത് ഗ്രേ എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. പഴയ യൂണിറ്റ് റാഡ് എന്നാണ്. റാഡിൻ്റെ ഫുൾ ഫോം വരുന്നത് റേഡിയേഷൻ അബ്സോർബ്ഡ് ഡോസ്. 1 റാഡ് is equal to 100 ERG/gram ആണ് വരുന്നത്. 100 ERG/gram. ERG എന്ന് പറയുന്നത് നമ്മുടെ ഒരു എനർജിയുടെ മറ്റൊരു യൂണിറ്റ് ആണ്. അതേസമയം ഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ മാസിൻ്റെ മറ്റൊരു യൂണിറ്റ് ആണ്. ഇനി നമുക്ക് ഈ ഗ്രേയും റാഡും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. 1 ഗ്രേ is equal to 100 റാഡ് ആണ് വരുന്നത്. ജസ്റ്റ് അതൊരു കൺവേർഷൻസ് പോലെ പറയുന്നതേ ഉള്ളൂ. അതായത് നമ്മൾ 2 യൂണിറ്റുകൾ തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ്, അപ്പം നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും റിലവൻ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഡോസിനേക്കാൾ കൂടുതൽ ഒരു ബയോളജിക്കൽ ഡോസിലേക്കാണ്. അതായത് നമുക്കറിയേണ്ടത് നമ്മുടെ പേഷ്യൻ്റ് ബോഡി ആണെങ്കിൽ, ഈതർ പേഷ്യൻ്റ് ബോഡി ആണെങ്കിൽ ഒരു ഒക്യുപ്പേഷണൽ വർക്കറിൻ്റെ അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിൻ്റെ ഏതെങ്കിലും വിധത്തിലുള്ള റേഡിയേഷൻ വന്നിട്ട് ഹ്യൂമൻ ബോഡിയിൽ പതിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുണ്ടാക്കുന്ന ബയോളജിക്കൽ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ എന്തൊക്കെ ബയോളജിക്കൽ ആഫ്റ്റർ എഫക്ട്സ് ആണ് അത് ഉണ്ടാക്കുന്നതെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ്സ് ആണ് ടേംസ് ആണ് ഇക്വലന്റ് ഡോസ്, എഫക്റ്റീവ് ഡോസ് എന്ന് പറയുന്നത്. അതായത് ബയോളജിക്കൽ ഡോസിൽ അല്ലെങ്കിൽ അത് ഒരു റേഡിയേഷൻ വന്ന് നമ്മുടെ ബോഡിയിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എത്രമാത്രം ബയോളജിക്കൽ എഫക്ട്സ് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് നോക്കുന്നത് നമ്മൾ ആ റേഡിയേഷൻ്റെ ക്വാളിറ്റി, ഏത് ടൈപ്പ് ഓഫ് റേഡിയേഷനാണ്, ആ വന്ന് പതിച്ചിരിക്കുന്നത് നമ്മുടെ ഫുൾ ബോഡിയിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട് ഓഫ് ബോഡിയിലാണോ, അതേപോലെ തന്നെ നമ്മുടെ ഏത് ടൈപ്പുള്ള ടിഷ്യൂവിലാണ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്തിരിക്കുന്നത്, റേഡിയേഷൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണോ എന്നതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഈ ഫാക്ടേഴ്സിനെ എല്ലാം അക്കൗണ്ട് ചെയ്ത് നമ്മൾ പറയുന്ന പേരാണ് ബയോളജിക്കൽ ഡോസ് കാൽക്കുലേഷൻ. ഈ ബയോളജിക്കൽ ഡോസ് കാൽക്കുലേഷൻ 2 വിധത്തിലുണ്ട്. ഒന്ന് ഇക്വലന്റ് ഡോസും ഒന്ന് എഫക്റ്റീവ് ഡോസും. ഇക്വലന്റ് ഡോസാണ് നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ദ ഡോസ് ഇക്വലന്റ് ഈസ് ദ ക്വാണ്ടിറ്റി കോമൺലി യൂസ്ഡ് ടു എക്സ്പ്രസ് ദ ബയോളജിക്കൽ ഇമ്പാക്ട് ഓഫ് എ റേഡിയേഷൻ ഓൺ ദ പേഴ്സൺസ് ഹൂ ഇസ് റിസീവിങ് ഒക്യുപ്പേഷണൽ ഓർ എൻവയറോൺമെൻറ്റൽ എക്സ്പോഷേഴ്സ്. നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നോക്കാം. H എന്ന് പറയുന്നത് നമ്മുടെ ബയോളജി ഇക്വലന്റ് ഡോസ് ഈസ് ഈക്വൽ ടു capital D, that is the physical absorbed dose into WR. WR എന്ന് പറയുന്നത് റേഡിയേഷൻ വെയിറ്റിംഗ് ഫാക്ടർ. അത് നമ്മൾ പണ്ട് ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുമായിരുന്നു. അതായത് റേഡിയേഷൻ ക്വാളിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് മോസ്റ്റ്ലി LET ഒക്കെ വെച്ചാണ്. അതായത് നമ്മുടെ ഫോട്ടോൺസ്, ഒരു ഗ്രേ ഓഫ് ഫോട്ടോൺ വന്ന് നമ്മുടെ ബോഡിയിൽ വന്ന് വീണാലും അതേസമയം ഒരു ഗ്രേ ഓഫ് ന്യൂട്രോൺ നമ്മുടെ ബോഡിയിൽ വന്ന് വീണാലും ഉണ്ടാക്കുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ആ തമ്മിലുള്ള ഡിഫറൻസ് വളരെ വലുതാണ്. ന്യൂട്രോൺ ഫോട്ടോൺ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 15 to 20 മടങ്ങ് എഫക്റ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അത്രയും ഹസാർഡ് ഉണ്ടാക്കാനുള്ള കഴിവ് നമ്മുടെ ന്യൂട്രോണിനുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അക്കൗണ്ട് ചെയ്യുന്ന ഫാക്ടറാണ് WR എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റേഡിയേഷൻ വെയിറ്റിംഗ് ഫാക്ടർ. റേഡിയേഷൻ വെയിറ്റിംഗ് ഫാക്ടർ ICRP 103 ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഫോട്ടോൺസിനാണെങ്കിൽ 1, ഇലക്ട്രോൺസിനാണെങ്കിൽ 1, ആൽഫ പാർട്ടിക്കിൾസിനാണെങ്കിൽ 20, ഹെവി ചാർജ് അയോൺസിനാണെങ്കിൽ 20. ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ റേഡിയേഷൻ വെയിറ്റിംഗ് ഫാക്ടറിനെ കൂടി അക്കൗണ്ട് ചെയ്ത് നമ്മൾ അബ്സോർബ് ഡോസിനെ പറയുന്നതിനെയാണ് ഈക്വലന്റ് ഡോസ് എന്ന് പറയുന്നത്. ഈക്വലന്റ് ഡോസിന്റെ യൂണിറ്റ് വരുന്നത് സിവേർട്ട് ആണ്. അതായത് അതിന്റെ SI യൂണിറ്റ് നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന യൂണിറ്റ് ആണ് REM എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റേഡിയേഷൻ ഇക്വലന്റ് മാൻ. ഇനി നമ്മൾ സിവേർട്ടും REM തമ്മിലുള്ള റിലേഷൻ നോക്കുവാണെങ്കിൽ 1 സിവേർട്ട് ഈസ് ഈക്വൽ ടു 100 REM ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മുടെ ടേം വരുന്നത് എഫക്റ്റീവ് ഡോസ് ആണ്. എഫക്റ്റീവ് ഡോസിൻ്റെ ഡെഫിനേഷൻ നമ്മൾ നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇക്വലന്റ് ഡോസ് നമ്മൾ കണ്ടു. റേഡിയേഷൻ്റെ ക്വാളിറ്റി, ഏത് ടൈപ്പ് ഓഫ് റേഡിയേഷൻ ആണ് അല്ലെങ്കിൽ റേഡിയേഷൻ്റെ ക്വാളിറ്റി അക്കൗണ്ട് ചെയ്താണ് നമ്മൾ ബയോളജിക്കൽ ഡോസ് കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞ് കൺസിഡർ ചെയ്യണം. അതായത് ഏത് ടൈപ്പ് ഓഫ് ടിഷ്യൂവിലാണ് വന്ന് നമ്മുടെ റേഡിയേഷൻ വീണിരിക്കുന്നത്. നമുക്ക് എന്താണ് എഫക്റ്റീവ് ഡോസ് നോക്കാം. The radiation exposure of different organs and tissues in the body results in the different probabilities of harm and different kind of severity. അതായത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ റേഡിയേഷൻ, നമ്മുടെ ടിഷ്യൂവിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ടിഷ്യൂവിൻ്റെ റേഡിയോ സെൻസിറ്റിവിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന റേഡിയേഷൻ ഹസാർഡ് അല്ലെങ്കിൽ ബയോളജിക്കൽ ഹസാർഡ് ഡിഫറെൻ്റ് ആയിരിക്കും. അതിനെ അക്കൗണ്ട് ചെയ്യുന്ന ഫാക്ടറാണ്, അതിനെ അക്കൗണ്ട് ചെയ്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡോസാണ് എഫക്റ്റീവ് ഡോസ്.
എഫക്റ്റീവ് ഡോസിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് എ സമ്മേഷൻ ഓഫ് ഇക്വലന്റ് ഡോസ് ഇൻറ്റു ദ ടിഷ്യൂ വെയിറ്റിംഗ് ഫാക്ടർ. ടിഷ്യൂ വെയിറ്റിംഗ് ഫാക്ടർ ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് ടിഷ്യൂസ്. അതായത് നമ്മുടെ സ്കിന്നിന് ഒരെണ്ണം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഗൊണാഡ്സിന് ഒരെണ്ണം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ സ്കള്ളിന്, ബോണിന്, എല്ലാത്തിനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഡിയേഷൻ വെയിറ്റിംഗ് ഫാക്ടേഴ്സ് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആ റേഡിയേഷൻ വെയിറ്റിംഗ് ഫാക്ടേഴ്സിനെ കൂടി നമ്മൾ ഇക്വലന്റ് ഡോസിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ, അതുകൂടി കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡോസാണ് എഫക്റ്റീവ് ഡോസ്. എഫക്റ്റീവ് ഡോസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സീവേർട്ട് ആണ്. അതിന്റെ പഴയ യൂണിറ്റ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഇക്വലന്റ് ഡോസ്, ദാറ്റ് ഈസ് റെം. ഇതുപോലെ തന്നെ 1 സീവേർട്ട് ഈസ് ഈക്വൽ ടു 100 റെം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മളിവിടെ നിന്ന് ഡിസ്കസ് ചെയ്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ്സ് ആണ്, റേഡിയേഷൻ യൂണിറ്റ്സ് ആണ്. നമ്മൾ ഫസ്റ്റ് കണ്ടു റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് കണ്ടു, അത് നമ്മൾ ക്യൂറി അല്ലെങ്കിൽ ബെക്കുറലിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതേസമയം പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഒക്യുപ്പേഷൻ ആണെങ്കിൽ, നമ്മൾ മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ് ബയോളജിക്കൽ ഡോസ്. ബയോളജിക്കൽ ഡോസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ ഡോസിനെ എങ്ങനെ നമുക്ക് ബയോളജിക്കൽ ഡോസായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ കണ്ടു. അതായത് നമുക്ക് കിട്ടുന്ന ഫിസിക്കൽ ഡോസിൻ്റെ കൂടെ നമ്മുടെ റേഡിയേഷൻ ഏത് ടൈപ്പ് ഓഫ് റേഡിയേഷൻ ആണ്, എന്ത് ക്വാളിറ്റി ഓഫ് ഉള്ള റേഡിയേഷൻ ആണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തും, അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ വന്ന് വീഴുന്ന ടിഷ്യൂ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തും നമ്മുടെ ബയോളജിക്കൽ ഡോസ് വേരി ചെയ്യും. അതായത് ബയോളജിക്കൽ ഡോസ് എപ്പോഴും കാണിക്കുന്നത് നമുക്ക് പറ്റാവുന്ന സിവിയറിറ്റി അതുപോലെ തന്നെ റേഡിയേഷൻ ഹസാർഡിനെ ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ കൂടുതൽ ടോപ്പിക്കുകൾ നമ്മുടെ എഡൂസിൻ്റെ ആപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, താങ്ക് യു.